അമേരിക്കയിൽ വീണ്ടും വെടിവെപ്പ്. സൗത്ത് കരോലിനയിൽ ഉണ്ടായ വെടിവെപ്പിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായി, 20-ലധികം പേർക്ക് പരിക്കേറ്റു. 1-ലധികം അക്രമികൾ ഉള്ളതായാണ് സംശയം. സൗമ്യ കൃഷ്ണയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. സൗമ്യ, അമേരിക്കയിൽ വെടിവെപ്പ് എന്നുള്ളത് പതിവ് സംഭവം പോലെയാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതൊക്കെ പുറത്തേക്ക് വരികയാണ്. വലിയൊരു അതിക്രമമാണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ. സെന്റ് കരോലീന ദ്വീപിലുള്ള ഒരു ദ്വീപിലെ സെന്റ് ഹെലന എന്ന് പറയുന്ന ദ്വീപിലെ ഒരു ബാറിലാണ് ഈ ഒരു ഏകദേശം 1 മണിയോട് കൂടിയാണ് സുരക്ഷാ പാലകർക്ക് ഇത്തരത്തിലൊരു കോള് വരുന്നത്. അങ്ങനെ അവരവിടെ എത്തുമ്പോൾ നിരവധി പേർ ഈ വെടിയുണ്ടകൾ പരിക്കേറ്റ് കിടക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ എത്തിയ 20-ലധികം പേരെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. 4 പേർ തത്സമയം അതേ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു അപ്പോഴേക്കും എന്നാണ് അറിയുന്നത്. ഇപ്പോൾ 20 പേരെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 20 പേരിൽ 4 പേരുടെ നില ഗുരുതരമാണെന്നും അറിയുന്നു. എന്തായാലും ട്രംപ് സർക്കാർ ഈ ഗൺ ലൈസൻസിന് വരുത്തിയിരിക്കുന്ന ഏറ്റവും ഇളവ് നൽകിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ട നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വെടിവെപ്പ് സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസമാണ് നമ്മൾ മിസിസിപ്പിയിൽ 6 കുട്ടികളടക്കമുള്ള 6 പേരുടെ മരണം നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. 6 പേർ മരിച്ചിരുന്നു. അവിടെ നടന്ന വലിയ വെടിവെപ്പായിരുന്നു നടന്നത്. 2 സമയത്തായി 2 സ്ഥലങ്ങളിൽ നടന്ന വെടിവെപ്പിൽ 6 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിന് തൊട്ട് മുമ്പ്, ഒരു മാസം മുൻപ് വലിയൊരു വെടിവെപ്പുണ്ടായി. ഏകദേശം അമേരിക്കയുടെ കണക്ക് പ്രകാരം പുറത്ത് വലിയ രീതിയിൽ ചർച്ചയാവാത്ത വെടിവെപ്പ് സംഭവങ്ങളടക്കം അമേരിക്കയിലെ ഏകദേശം ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 100-ലധികം സംഭവങ്ങളാണ് വെടിവെപ്പ് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ട്രംപ് സർക്കാർ പറയുന്നത്, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി പറയുന്നത് പരമാവധി ഇളവ് നൽകണം, ഗൺ ലൈസൻസിന്, തോക്കിനുള്ള ലൈസൻസിന് പരമാവധി ഇളവ് നൽകണമെന്നാണ്. അതേസമയം ഡെമോക്രാറ്റുകൾ കഴിഞ്ഞ കുറേ കാലമായി ആവശ്യപ്പെടുകയാണ് ഈ ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം, കൃത്യമായ ഇടപെടൽ വേണമെന്ന്. പക്ഷേ ഈ ട്രംപിന്റെ ഈ ഇളവിനെ ഒരു തരത്തിൽ ഏറ്റവും വലിയ അപായമാണ് എന്ന സൂചന നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ആക്രമണം തുടരുന്നത്. ഇന്ന് നടന്ന സംഭവത്തിൽ 1-ൽ കൂടുതൽ അക്രമികളുണ്ട്, അതിക്രമം കാണിച്ചവർ 1-ൽ കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. എന്നാൽ ആരുടെയും പേരിലേക്കോ അല്ലെങ്കിൽ ആരെങ്കിലും വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്കോ നീങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, സൗമ്യ കൃഷ്ണയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.